യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും അവരുടെ വിവാഹം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവരുടെ ശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവനിതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടവരോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനതയെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നുള്ള എന്ന് അവൻ വിളിക്കപ്പെടുന്നു എന്ന് പ്രവാചകൻ അല്ലിച്ചത് പൂർത്തിയാകാൻ വേണ്ടിയാണ് എല്ലാം സംഭവിച്ചത്. ജോസഫിന്റെ കർത്താവിനോട് പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. അവനെ നിഷേധിക്കുന്നവരെ അവിടെ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ശിശുവിന്റെ പരിസരത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവൻ നൽകി. 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മുടെ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ വെച്ച് അഭിമന്യ വാക്യപിതാവിൽ നിന്നും ഗൗരവത്തിൽ സ്വീകരിച്ച ആ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് കർത്താവ് പൗലോസച്ചന്റെ ചോദ്യക്കാഴ്ചയുടെ ജന്മത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഒരു ശരീരമാണോ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഒരു രക്തമാണ്. അവസാനത്തെ താഴ്ചയാണ് കർത്താവ് ആദ്യമായിട്ട് ആ വാക്കുകൾ ഉച്ചരിച്ചത്. തന്റെ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി കർത്താവ് എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് നിങ്ങൾ കടക്കുക. ഇനി നിങ്ങൾക്ക് തന്നിട്ട് രോഗമായിട്ട് എന്റെ കയ്യിലൊന്നും ശേഷിക്കുന്നില്ല, ഈ പച്ചയായ ശരീരം മാത്രമേ ഉള്ളൂ. എന്നൊരു കർത്താവ് പറഞ്ഞത്, ഞാൻ എനിക്കായിട്ട് മാറ്റിവെക്കുന്നില്ല. ഈ ശരീരം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കാനും ഈ രക്തം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്താനും എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കർത്താവ് കാലയിൽ വാക്ക് വായിച്ചവരെന്ന് നമുക്കറിയാം. ഓരോ പുരോഹിതരെയും ജനമധ്യത്തിൽ നിർത്തിക്കൊണ്ട് പൗരോഹിത്യ സ്വീകരണ നിമിഷത്തിൽ കർത്താവ് ഈ വാക്കുകൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇന്ന് കർത്താവിന്റെ പകര സാന്നിധ്യമായി ജനമധ്യത്തിൽ നിൽക്കാൻ, ജനത്തിന് വേണ്ടി ശരീരം ഒരുക്കാനും രംഗത്തില്ലാനും ജീവൻ നൽകാനും രക്ഷ നൽകാനും വേണ്ടിയിട്ട് ഓരോ പുരോഹിതനും നിയോഗിക്കപ്പെടുന്നു. ഈ 25 വർഷം മുമ്പ് കർത്താവ് പൗലോസച്ചനെ നോക്കി പറഞ്ഞ ആ വാക്കുകൾ കഴിഞ്ഞ 25 വർഷമായി ഒറ്റ ദിവസവും മുടക്കം കൂടാതെ തന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസച്ചൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ദൈവം തന്നെ സൂക്ഷ്മത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹം കർത്താവിന്റെ വാക്കുകൾ ആവർത്തിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്. അത് ജനത്തിന് കൊടുക്കുന്ന വലിയൊരു വാക്കാണ്, വലിയൊരു വാഗ്ദാനമാണ്. ആ വാക്ക് പാലിക്കണം. നമുക്കറിയാം, കർത്താവ് വാക്ക് പാലിച്ചു. അവസാനം ഒന്നും ശേഷിച്ചില്ല, ആ ബലി പൂർണ്ണമാകുകയായിരുന്നു. പൗലോസച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബലിയർപ്പകൻ മാത്രമായിരുന്നില്ല, ബലിവസ്തുവാകാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. കത്തോലിക്ക പൗരോഹിത്യത്തിന്റെ മഹാത്മ്യതാണ്. ഒരു പുരോഹിതനും
വെറും ബലിയർപ്പകനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനല്ല, യേശുവിനെ പോലെ ബലിവസ്തു ആകാൻ കൂടി അദ്ദേഹം കടപ്പെട്ടവനാണ്. അപ്പൊ ജനത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരമാണെന്നും ഈ ജീവിതം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുതരുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്നുള്ള മണിക്കൂറുകളിൽ അദ്ദേഹം ഈ ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബലിവസ്തുവായി തീർന്ന മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പൗരോഹിത്യം മനോഹരമായി തീർന്നു എന്നോ അല്ലെങ്കിൽ മനോഹരമാണ് എന്ന ദൈവജനത്തിന് അനുഭവപ്പെടുന്നത്. യേശു തന്നെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം ഞാൻ നല്ല ഇടയനാണെന്നാണ്. ആ നല്ല ഇടയൻ്റെ ഇടയ ദൗത്യത്തിൽ പങ്കാളികളാകാനാണ് ഓരോ വൈദികനും നിയോഗിക്കപ്പെടുന്നത്. പൗലോസച്ചൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ വളരെ വിനയാന്വിതനായി, ഒരു ജാടയുമില്ലാതെ, ഒരു വെച്ചുകെട്ടുമില്ലാതെ, വളരെ നിർമ്മലമായ മനസ്സോടുകൂടി ജനത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നൊരു ഒരു